ഹിമാചൽ പ്രദേശിൽ സർക്കാർ അട്ടിമറിക്കാനുള്ള ബി.ജെ.പി. നീക്കത്തിനിടെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റി സർക്കാരിനെ നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന് തിരിച്ചടി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് സുഖ്വീന്ദർ സിംഗ് പറഞ്ഞു. ഭൂരിപക്ഷം തെളിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രമുഖ നേതാവ് വിക്രമാദിത്യ സിംഗ് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നത്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ സുഖ്വീന്ദർ സിംഗ് സുഖു ഹൈക്കമാൻഡിന് വഴങ്ങുന്നില്ല എന്നാണോ, അതല്ല വിമതരെ അടക്കം സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവിശ്വാസം നേരിടാൻ കഴിയും എന്ന വിശ്വാസമാണോ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ബഡ്ജറ്റ് പാസ്സാക്കാൻ കൂടി ശബ്ദവോട്ടോടു കൂടിയാണെങ്കിലും ബഡ്ജറ്റ് പാസ്സാക്കാൻ കൂടി സാധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം ആ വിധത്തിലാണ് ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭീഷണി ഇപ്പോൾ നിലവിലില്ല എന്ന് വ്യക്തമാക്കുന്നത് ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം ഭൂരിപക്ഷം ഇല്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അവാസ്തവമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സഭയിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വിശ്വാസം തെളിയിക്കേണ്ടി വന്നാൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വിമത വിഭാഗവുമായിട്ടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ്. നിലവിൽ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. സുഖു ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ രാജിയാണ് അനിവാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിൽ അതിന് താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കൾ അനൌദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ പിന്നീട് ഏതെങ്കിലും മാറ്റം വന്നോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മറുപടി ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും നിലവിലുള്ള വസ്തുതകളെ നമ്മൾ പരിഗണിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് ഭീഷണിയുണ്ട്. ആ ഭീഷണി ഈ വിശ്വാസം തേടാനായി ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ 14ഓളം ബി.ജെ.പി. എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഈ സമീപകാലത്ത് സുപ്രീം കോടതി ഇടപെടലൊക്കെ പരിഗണിക്കുമ്പോൾ അത് അത്തരത്തിൽ ഒരു ശുഭകരമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.